അച്ചീവിംഗ് വൺനെസ് വിത്ത് ദ ഹയർ സോൾ, സോൾ റിയലൈസേഷൻ കോഴ്സ് എന്നും ഇതിനെ പറയും. എന്താണ് സോൾ റിയലൈസേഷൻ കോഴ്സ്? ഗുരു മാസ്റ്റർ ചൊവാക്കോക്സി പറയുന്നു, നമ്മളായിരിക്കുന്ന ഇൻകാർണേറ്റഡ് സോൾ, ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്ന് തിരിച്ചറിയുന്നതിനെയാണ് സോൾ റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചില പദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവാത്മാവ്, ആത്മാവ്, പരമാത്മാവ്. ഭാരത പാരമ്പര്യത്തിൽ ജീവാത്മാവെന്നും ആത്മാവെന്നും പരമാത്മാവെന്നും പറയുന്ന പദങ്ങളെ പ്രാണിക് ഹീലിംഗ് സ്കൂളിൽ ജീവാത്മാവിന് ഇൻകാർണേറ്റഡ് സോൾ എന്നും, ആത്മാവിനെ ഹയർ സോൾ എന്നും, പരമാത്മാവിനെ ഡിവൈൻ സ്പാർക്ക് എന്നും പറയും. തിയോസഫി സ്കൂളിൽ ജീവാത്മാവിനെ പേഴ്സണാലിറ്റി എന്നും, ആത്മാവ് അല്ലെങ്കിൽ ഹയർ സോളിനെ ഈഗോ എന്നും, പരമാത്മാവിനെ മൊണാഡ് എന്നും പറയും. ജീസസ് ക്രൈസ്റ്റിൻ്റെ വളരെ പ്രശസ്തമായൊരു വാക്യമാണ്, ഞാൻ മാർഗവും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ മാത്രമേ പിതാവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഹയർ സോളിനെയാണ്, അല്ലെങ്കിൽ ആത്മാവിനെയാണ്, ഉന്നതാത്മാവിനെയാണ്. എന്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മളായിരിക്കുന്ന ജീവാത്മാവിന് ഹയർ സോൾ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗമാണ്. ജീവാത്മാവിന് ഈശ്വര സാക്ഷാത്കാരം നേടണമെങ്കിൽ, ഈശ്വരനുമായിട്ട് ഏകത്വം പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ, ആദ്യം ഉന്നതാത്മാവുമായി ഹയർ സോളുമായി ഏകത്വം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കുന്ന ഇൻകാർണേറ്റഡ് സോളിന്, ജീവാത്മാവിന് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് ഹയർ സോളാണ്. ആ ഹയർ സോളാണ് ഇവിടെ ഞാൻ മാർഗമാകുന്നു എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ജീവാത്മാവിന് ഹയർ സോൾ സത്യമാകുന്നു? ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജീവാത്മാവിൻ്റെ മനസ്സാക്ഷിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഹയർ സോളാണ്, അല്ലെങ്കിൽ ഉന്നതാത്മാവാണ്. അതുകൊണ്ട് ജീവാത്മാവ് പറയും, ജീവാത്മാവിൻ്റെ സത്യത്തിൻ്റെ ശബ്ദം ഉന്നതാത്മാവാണ്. അതുകൊണ്ട് ജീവാത്മാവിന് ഉന്നതാത്മാവ് സത്യമാണ്. ഇനി എന്താണ് ഞാൻ ജീവനാകുന്നു എന്ന് പറയുന്നത്? ജീവാത്മാവ് ശരീരമെടുത്തിരിക്കുന്ന ആത്മാവാണ് ജീവാത്മാവ്, അല്ലെങ്കിൽ ഇൻകാർണേറ്റഡ് സോൾ. എപ്പോഴാണോ ഉന്നതാത്മാവ് അല്ലെങ്കിൽ ഹയർ സോൾ എനർജി വിഡ്രോ ചെയ്യുന്നത്, ആ സമയത്ത് ജീവാത്മാവ് എടുത്തിരിക്കുന്ന ഈ ശരീരം മരിക്കും. അതുകൊണ്ട് ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരത്തിലുള്ള ജീവൻ എന്ന് പറയുന്നത് ഹയർ സോളാണ്. ഇങ്ങനെ ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഹയർ സോൾ ജീവാത്മാവിൻ്റെ മാർഗമാണ്, ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള സത്യമാണ്, ജീവനാണ്. ഇനി ഇൻകാർണേറ്റഡ് സോളിന് ഈശ്വര സാക്ഷാത്കാരം നേടണമെങ്കിൽ അതിനുള്ള മാർഗവും അച്ചീവിങ് വൺനെസ് വിത്ത് ദ ഹയർ സോൾ, അല്ലെങ്കിൽ ഉന്നതാത്മാവുമായി ഏകത്വം പ്രാപിക്കലാണ്. ഇതാണ് ഈ കോഴ്സിൻ്റെ പ്രാധാന്യം, അച്ചീവിങ് വൺനെസ് വിത്ത് ദ ഹയർ സോൾ അല്ലെങ്കിൽ സോൾ റിയലൈസേഷൻ കോഴ്സിൻ്റെ പ്രാധാന്യം.